Next topic is Diffie-Hellman key exchange. So Diffie-Hellman key exchange is the first published public key algorithm. So it is a public key algorithm. Public key algorithm means it is making use of two different keys, public key and private key. So this is basically used for securely exchanging a key which can be used for encryption. Which can be used for message encryption. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സിമെട്രിക് കീ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ മേക്കിംഗ് യൂസ് ഓഫ് എ key for performing encryption and decryption. So the entire secrecy or security of the system depends on the key. If the key is compromised, then the entire system will be collapsed. അപ്പോൾ കീ എന്ന് പറയുന്നത് എപ്പോഴും സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഈ കീ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നോൺ ബോത്ത് ടു ദി സെൻഡർ ആസ് വെൽ ആസ് ടു ദി റിസീവർ. അപ്പൊ എന്താണ്, ഇവർ തമ്മിൽ ആ കീ ഷെയർ ചെയ്യണം. അപ്പൊ ആ കീ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും? സോ ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ഓഫ് ദിസ് Diffie-Hellman key exchange algorithm. So the term itself indicates that it is for exchanging the keys between two users. So Diffie-Hellman make use of public key system for securely exchanging a secret key between the two users which are communicating. So now we look into how Diffie-Hellman works, key exchange works. So Alice and Bob are the two users who wish to communicate. So for communication, before communication, they want to exchange the key which they are going to use. അവർ യൂസ് ചെയ്യാൻ പോകുന്ന കീ ഏതാണെന്ന് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. For that, the first step is both the users choose a prime number. രണ്ടുപേരും ഒരു പ്രൈം നമ്പർ ചൂസ് ചെയ്യും. ഓൾസോ an integer alpha. An integer alpha which is a primitive root of p. ആൽഫ എന്ന് പറയുന്നത് ആ പ്രൈം നമ്പറിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആണ്. Now what is a primitive? Also alpha and p value. So as you know, p യും ആൽഫയും പ്രൈം നമ്പർ p യും അതിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആൽഫ എന്ന് പറയുന്നത് പബ്ലിക് ആണ്. കാരണം എന്താ, അവർ രണ്ടുപേരും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ഈ പി ആണ് യൂസ് ചെയ്യുന്നത്, നീയും ഈ പി തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ പ്രിമിറ്റീവ് റൂട്ട് ഞാൻ ഈ ആൽഫ ആണ് യൂസ് ചെയ്യുന്നത്, സെയിം ആൽഫ തന്നെ നീയും യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ മ്യൂച്വലി എഗ്രി ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിക്ലി അവൈലബിൾ, ആൽഫ ആൻഡ് പി വാല്യൂ. Now a primitive root means a primitive root of a prime number p is one whose powers modulo p generate all the integers from 1 to p minus 1. അപ്പോൾ ഒരു പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈം നമ്പറിന്റെ ഒരു പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രിമിറ്റീവ് റൂട്ടിന്റെ പവേഴ്സ് 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള പവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 തൊട്ട് p മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. So you can see an example here. 7 is a prime number. 7 is a prime number and 3 can be considered as a primitive root of 7. Why? Because if you are taking the powers of 3, so powers of 3 ranging from 1 to p minus 1. അപ്പോൾ 1 തൊട്ട് p minus 1 വരെയുള്ള പവേഴ്സ് എടുക്കുകയാണ് ഞാനിവിടെ. 3 raised to 1 mod 7, 3 raised to 2 mod 7. അപ്പൊ കിട്ടുന്ന വാല്യൂസ്, അപ്പൊ 1 തൊട്ട് 6 വരെയുള്ള പവേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂസിന്റെ റേഞ്ച് നോക്കിയേ, 1, 2, 3, 4, 5, 6. So we are getting all the numbers starting from 1 to p minus 1. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത്. സോ ഇഫ് യു ടേക്ക് അനദർ നമ്പർ, ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ പവേഴ്സ് 2 raised to 1 mod 7, 2 raised to 2 mod 7. 2 raised to 1 mod 7 എന്താ, 2 raised to 1 mod 7 is 2. 2 raised to 2 mod 7 എന്ന് പറഞ്ഞാൽ 4 mod 7. 4 mod 7 is 4. 2 raised to 3 mod 7 എന്ന് പറഞ്ഞാൽ 2 cube. 8 mod 7 is 1. പിന്നെ 2 raised to 4 എന്ന് പറഞ്ഞാൽ 16. 16 mod 7 is 2. 2 raised to 5 mod 7 എന്ന് പറഞ്ഞാൽ 2 raised to 5 is 32. 32 mod 7 എന്ന് പറഞ്ഞാൽ 4. പിന്നെ 2 raised to 6 mod 7 എന്ന് പറഞ്ഞാൽ 2 into 2 എന്ന് പറഞ്ഞാൽ 64. 64 mod 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 64 mod 7
7 9 61 ആണ്. അപ്പൊ നമുക്ക് ടൂവിന്റെ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 4 1 2 4 1 ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പം ആകെ കിട്ടുന്ന 3 വാല്യൂസേ ഉള്ളൂ, 1 2 4. ഈ നമ്പേഴ്സ് മാത്രമേ എനിക്ക് ഈ പവേഴ്സ് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. സോ 2 ഇസ് നോട്ട് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 7. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്രിമിറ്റീവ്, ഒരു പ്രൈം നമ്പറിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആവണമെങ്കിൽ എന്താണ്, ആ നമ്പറിന്റെ പവേഴ്സ് എടുക്കണം. എത്ര വരെയുള്ള പവേഴ്സ്? 1 തൊട്ട് p-1 വരെയുള്ള പവേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to p-1 റേഞ്ചിലുള്ള എല്ലാ നമ്പേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ദാറ്റ് നമ്പർ ആസ് എ പ്രിമിറ്റീവ് റൂട്ട് ഓഫ് 7. അപ്പൊ ഈ നമ്പർ 3 എന്ന് പറയുന്നത് പ്രിമിറ്റീവ് റൂട്ട് ആണ്. ചിലപ്പോൾ 4 പ്രിമിറ്റീവ് റൂട്ട് ആവാം. ഇത് പ്രൈം നമ്പർ ആവണമെന്നില്ല. ഇത് പ്രൈം നമ്പറിന്റെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആവണമെന്നില്ല, ആകാനും ആകാതിരിക്കാനും പറ്റും. So here Alice and Bob choose a prime number p and choose a primitive root of p. The primitive root എന്താന്ന് പഠിച്ചു. The next step is Alice selects a random integer a. Alice selects a random integer a which is less than p. p എന്ന് പറഞ്ഞ പ്രൈം നമ്പർ രണ്ടുപേർക്കും അറിയാം. എന്നിട്ട് ആലിസ് എന്ത് ചെയ്യും? ഒരു റാൻഡം ആയിട്ട് ഒരു വാല്യൂ ചൂസ് ചെയ്യും. a is less than p and she computes the value u as alpha raised to a mod p. അപ്പൊ എന്ത് ചെയ്യും? a എന്ന് പറഞ്ഞൊരു റാൻഡം ഇൻഡിജർ, അത് ആലിസിന് മാത്രമേ അറിയുള്ളൂ. ഇറ്റ് ഇസ് എ സീക്രട്ട് വാല്യൂ. സോ ആലിസ് selects a secret value a and she'll calculate the value u as alpha raised to a mod p. അപ്പൊ alpha raised to a mod p കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആലിസ് വിൽ സെൻഡ് ദ വാല്യൂ u ടു ബോബ്. ബോബിന് യു എന്ന് പറഞ്ഞ വാല്യൂ സെൻഡ് ചെയ്യും. ആൽഫ റൈസ് ടു എ മോഡ് പി എന്ന് പറഞ്ഞ വാല്യൂ സെൻഡ് ചെയ്യും. അപ്പൊ ബോബിന് യു കിട്ടി. എ എന്താണെന്ന് ബോബിന് അറിയില്ല. സോ ഹി ഗോട്ട് ദ വാല്യൂ യു. അറ്റ് ദി സെയിം ടൈം ബോബ് വിൽ ഓൾസോ സിലക്ട് എ റാൻഡം ഇൻഡിജർ വിച്ച് ഇസ് എ സീക്രട്ട് വാല്യൂ ബി വിച്ച് ഇസ് അഗെയിൻ ലെസ് ദാൻ പി and Bob computes the value v in a similar way, alpha raised to b mod p. Alpha raised to b mod p will be calculated by Bob and he will send the value v back to Alice. അപ്പൊ ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി ചെയ്യാവുന്നതാണ്. ആലിസ് ഒരു റാൻഡം ഇൻഡിജർ സെലക്ട് ചെയ്യുന്നു and she will calculate alpha raised to a mod p. At the same time Bob can choose a secret key b and he will calculate alpha raised to b mod p and both of them exchange u and v values. അപ്പൊ യുവും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിക്കഴിയുമ്പോൾ ആലിസ് വിൽ കമ്പ്യൂട്ട് ദ കീ ആസ് k is equal to v raised to a mod p. അപ്പൊ ബോബിന്റെ കയ്യിൽ നിന്നാണ് v കിട്ടിയത്. അപ്പോൾ v raised to a mod p കാൽക്കുലേറ്റ് ചെയ്യും. Now Bob computes the key as k is equal to u raised to b mod p. അപ്പൊ ഈ രണ്ട് വാല്യൂവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതെങ്ങനെയാ സെയിം എന്ന് പറയാൻ പറ്റുന്നത്? വി റൈസ് ടു എ മോഡ് പി എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു ബി മോഡ് പി ആണല്ലേ. അപ്പൊ ആൽഫ റൈസ് ടു ബി മോഡ് പി ദ ഹോൾ റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ റൈസ് ടു എ ബി മോഡ് പി അല്ലേ. വി എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു ബി മോഡ് പി ആണ്. അപ്പൊ ആൽഫ റൈസ് ടു ബി ദ ഹോൾ റൈസ് ടു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു എം എൻ. അപ്പൊ ആൽഫ റൈസ് ടു എ ബി മോഡ് പി ആയിരിക്കും ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താ? യു റൈസ് ടു ബി മോഡ് പി. യു എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ റൈസ് ടു എ. സോ ആൽഫ റൈസ് ടു എ ദ ഹോൾ റൈസ് ടു ബി മോഡ് പി വിച്ച് ഇസ് ആൽഫ റൈസ് ടു എ ബി മോഡ് പി. അപ്പൊ രണ്ട് കേസിലും വരുന്നത് ആൽഫ റൈസ് ടു എ ബി മോഡ് പി ആണ്. പക്ഷെ എ എന്ന് പറഞ്ഞത് സീക്രട്ട് വാല്യൂ ആലിസിന് മാത്രമേ അറിയുള്ളൂ. ബി എന്ന് പറഞ്ഞ സീക്രട്ട് വാല്യൂ ബോബിന് മാത്രമേ അറിയുള്ളൂ. അവർ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് യുവും ബിയും വാല്യൂസ് ആണ്. വിച്ച് ഇസ് ദ വാല്യൂ കാൽക്കുലേറ്റഡ് യൂസിങ് their secret key and the public keys which are the prime number p and the primitive root alpha. അപ്പൊ രണ്ടുപേരും ആക്ച്വലി they are not exchanging the secret key value. k എന്ന് പറയുന്നതാണ് ഒരു സീക്രട്ട് കീ എന്ന് വെച്ചാൽ ഇനി ഫർദർ എൻക്രിപ്ഷന് വേണ്ടി they are going to make use of this key. So that is not directly exchanged or that is not directly communicated between Alice and Bob. They are only exchanging the calculated values u and v. അപ്പൊ യുവും വിയും എൻക്രിപ്ഷൻ എവിടെയും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഇല്ല. യുവും വിയും ഡയറക്റ്റ് ആയിട്ട് എൻക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ യുവും വിയും കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ്? അതിനെ വീണ്ടും അവരവരുടെ സീക്രട്ട് കീ വെച്ച് കണ്ടോ, വി ബോബിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ
ആലിസ് എന്താ ചെയ്യുന്നത്? ആ കിട്ടിയ വാല്യൂവിന്റെ പവർ, ഈ എ വാല്യൂ എന്ന് പറഞ്ഞാൽ ആലിസിന് മാത്രം അറിയാവുന്നതാണ്, ബോബിന് അറിഞ്ഞൂടാ. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോബ് അതുപോലെ എന്താ ചെയ്യുന്നത്? He receives the value u from Alice, and using his secret key b, he is calculating the new value as u raised to b mod p. So both these values obtained, both these secret key values will be the same. So both of them have successfully exchanged a secret key value, and this secret key can be used for encrypting messages in further communication. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഡിഫി ഹെൽമെറ്റിനകത്ത് ആദ്യം ഒരു പ്രൈം നമ്പർ, അതിന്റെ പ്രിമിറ്റീവ് റൂട്ട്, പിന്നെ ഒരു സീക്രട്ട് കീ. രണ്ട് യൂസേഴ്സും അവരവരുടെ സീക്രട്ട് കീ ചൂസ് ചെയ്യും, എന്നിട്ട് യുവും വിയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്, പിന്നെ ആ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയ വാല്യൂസിന്റെയും വീണ്ടും അവരുടെ സീക്രട്ട് കീ യൂസ് ചെയ്തുള്ള ഒരു പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സീക്രട്ട് കീ അവര് കെ എന്ന് പറഞ്ഞ സീക്രട്ട് കീ, കോമൺ ഷെയർഡ് സീക്രട്ട് കീ അവര് ജനറേറ്റ് ചെയ്യുന്നത്. So directly they are not exchanging the key K. Instead, they are calculating on their own, and they are finally establishing a shared secret key. Now we'll see an example of Diffie-Hellman key exchange. So A and B are two users. They are first agreeing upon a prime number P as 353 and a primitive root as alpha 3. ഈ പ്രിമിറ്റീവ് റൂട്ടിന് ആൽഫ വെച്ച് ഡിനോട്ട് ചെയ്യും, അതുപോലെ ജി വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പൊ കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആൽഫ പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതാണ് അവര് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്ന സാധനം, പ്രൈം നമ്പറും പ്രിമിറ്റീവ് റൂട്ടും. സോ 353 ആൻഡ് primitive root is 3. Now both the users are selecting their secret keys as A will choose the secret key as 97, B will choose his secret key as 233. So these two values, they are not exchanging with each other. ഇപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും അവരവരുടെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യും. പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യുന്ന യു, എ എന്ന് പറയുന്നത് യു കാൽക്കുലേറ്റ് ചെയ്യും. യു വിൽ ബി കാൽക്കുലേറ്റഡ് ആസ്, ഹൗ ഇസ് ഇറ്റ് കാൽക്കുലേറ്റഡ്? യു ഇസ് കാൽക്കുലേറ്റഡ് ആസ് ആൽഫ റൈസ് ടു എ മോഡ് പി. ആൽഫ റൈസ് ടു എ മോഡ് പി. ആൽഫ എന്ന് പറഞ്ഞാൽ 3 ആണ്. ആൽഫ റൈസ് ടു എ എന്ന് പറഞ്ഞാൽ 97. ആൽഫ റൈസ് ടു എ മോഡ് പി 3 റൈസ് ടു 97 മോഡ് 353, which will give you a value as 40. ഇത് മോഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഫെമിലിയർ ആണ്. Now similarly, V value will be calculated by B. V value will be calculated by B as alpha raised to B mod P. Alpha raised to B mod P. 3 raised to 233 mod P. Now U and V values will be exchanged. So after exchanging the public keys, the secret key is calculated as Alice and Alice in V value kitty. So Alice will calculate K as V raised to A mod P. V 248. V raised to A P. So which will give you the value as 160. Now similarly, Bob will calculate this key value as U raised to B mod P. U raised to B mod P. U is 40. U is 40. 40 is received from Alice. So 40 raised to B value, which is a secret key of Bob. So it is 233. So 40 raised to 233 mod 353, which is equal to 160. So now they have exchanged the keys. So now they will be using this key for further encryption. So this is yet another example. Learn cheyde. Prime number P 47. Alpha raised to 5. Alpha is equal to 5, which is the primitive root. Then A and B values. So find the secret key. Learn cheyde. First step anda U calculate cheya. U value, B value calculate cheya.
അനുശ്രീ യു വാല്യൂ എന്ത് കിട്ടി? യു വാല്യൂ അനുശ്രീ ആൻസർ പറഞ്ഞേ. അനുശ്രീയുടെ അനക്കമില്ലേ? യു വാല്യൂ ഇതുവരെ കിട്ടിയില്ലേ? ആരെങ്കിലും ചെയ്തോ? ആൽഫ റൈസ് ടു എ മോഡ് പി. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് കിട്ടാൻ? ലാപ്ടോപ്പിലെ തന്നെ കാൽക്കുലേറ്റർ എടുത്താൽ വളരെ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കിട്ടും. അനുസരി ചെയ്ത് കഴിഞ്ഞില്ല ഇതുവരെ. അടുത്ത വി വി വാല്യൂ. യു വാല്യൂ 2 കിട്ടി. വി വാല്യൂ അനുശ്രീ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവിടെ എന്താ അനുശ്രീ? ലോഗിൻ ചെയ്തിട്ടിട്ട് കഴിക്കാൻ പോയോ? വി വാല്യൂ ഇസ് 28. പിന്നെ എന്ത് ചെയ്യും? കെ വാല്യൂ കണ്ടുപിടിക്കും. യു റൈസ് ടു വി റൈസ് ടു എ മോഡ് പിയും യു റൈസ് ടു ബി മോഡ് പി രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് കെ വാല്യൂ യു വിൽ ഗെറ്റ് ആസ് 24. ഞാൻ കണ്ടു. സോ ഡിഫി ഹെൽമൻ കീ എക്സ്ചേഞ്ചിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. സോ ഷെയർഡ് സീക്രട്ട് കീ ഇസ് 24. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സീരീസിനും പഠിച്ചതായിരുന്നു. Okay, now we look into the man in the middle attack. Man in the middle attack, which can happen in the case of Diffie-Hellman key exchange. So here, Alice and Bob are the two users who are trying to exchange the secret key, and Darth is an attacker. ആലിസും ബോബും ഉണ്ട്. അവരാണ് ഈ നേരത്തെ പറഞ്ഞ ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ച് പ്രൊസീജിയർ വഴി കീ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു അറ്റാക്കർ ആണ് ഡാർത്ത്. ആൻഡ് ദി അറ്റാക്ക് ഹാപ്പൻസ് as follows. Darth generates 2 random private keys. ഡാർത്ത് എന്ത് ചെയ്യും? 2 private keys ജനറേറ്റ് ചെയ്യും. 2 സീക്രട്ട് കീ ഡാർത്ത് അങ്ങ് ജനറേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് എക്സ് ആൻഡ് വൈ. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീസും കണ്ടുപിടിക്കും, x1 ആൻഡ് y1. അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇനിഷ്യലി എന്താണ് നമ്മുടെ ആലിസും ബോബും പബ്ലിക്കായിട്ട് എന്തൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നത്? പ്രൈവറ്റ് ആ പ്രൈം നമ്പറും ഷെയർ ചെയ്യും, പ്രിമിറ്റീവ് റൂട്ടും ഷെയർ ചെയ്യും അല്ലേ? പ്രൈം നമ്പർ പി ആൻഡ് പ്രിമിറ്റീവ് റൂട്ട് ആൽഫ. ഇത് രണ്ടുപേരും എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് പബ്ലിക്ലി അവൈലബിൾ. സോ ഡാർക്ക് ക്യാൻ ഓൾസോ know the private key and the corresponding primitive root which has been chosen by Alice and Bob. അപ്പൊ ആലിസ് ബോബും ചൂസ് ചെയ്ത പ്രൈം നമ്പറും പ്രിമിറ്റീവ് റൂട്ടും അറ്റാക്കറിനും അറിയാം, കാരണം ഇറ്റ് ഈസ് പബ്ലിക് ആണെന്നാണ് അത് പറയുന്നത്. അപ്പൊ അറ്റാക്കർ എന്താ ചെയ്യുന്നത്? ഹി വിൽ ചൂസ് 2 പ്രൈവറ്റ് കീസ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും 2 പ്രൈവറ്റ് കീ അയാൾ ചൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീ ഹി വിൽ കാൽക്കുലേറ്റ്. So how will the public key be calculated? x1 can be calculated as എന്താണ് ഇവിടെ ഇവര് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന സെയിം മെത്തേഡ് തന്നെ. ഇവിടെ എന്താണ്?
യു എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്? യു വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ആൽഫ റൈസ് ടു എ മോഡ് പി ആൻഡ് ബി വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ആൽഫ റൈസ് ടു ബി മോഡ് പി. അതല്ലേ ആലിസും ബോബും കാൽക്കുലേറ്റ് ചെയ്യുന്ന പബ്ലിക് കീ വാല്യൂ. യുവും വിയും അല്ലേ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ ഇൻ എ സിമിലർ വേ ദി അറ്റാക്കർ ഡാർട്ട്, എല്ലാവരും ഒന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ എഴുതിക്കോ കേട്ടോ. അപ്പൊ എഴുതുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവും. ഇപ്പൊ എക്സും വൈയും ആണ് അറ്റാക്കറിന്റെ പ്രൈവറ്റ് കീസ്. എന്നിട്ട് അറ്റാക്കർ എന്ത് ചെയ്യും? അവരുടെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അറ്റാക്കറിന്റെ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് x1 and y1 and x1 will be calculated as alpha raised to x mod p. ഒന്ന് എഴുതണേ, നോട്ടിലൊന്ന് എഴുതണേ. x1 is equal to alpha raised to x mod p and y1 is calculated as alpha raised to y mod p. ഇപ്പൊ ആൽഫ ആൻഡ് പി are exchanged or communicated between A and B, that is publicly available. So the attacker D has also access to the prime number P and alpha. So using that information, the attacker will also calculate his public key as alpha raised to x mod P and alpha raised to y mod P. അപ്പൊ അതാണ് x1 ഉം y1 ഉം. അപ്പൊ നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് ഓൾറെഡി ഹാപ്പനിങ്. ആലിസ് എന്താ ചെയ്യുന്നത്? ആലിസ് കാൽക്കുലേറ്റ് ചെയ്യും, യു കാൽക്കുലേറ്റ് ചെയ്യും. യു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആൽഫ റൈസ് ടു എ മോഡ് പി. ആൽഫ റൈസ് ടു എ മോഡ് പി കാൽക്കുലേറ്റ് ചെയ്യും. ബി ബോബ് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വി കാൽക്കുലേറ്റ് ചെയ്യും, വിച്ച് ഇസ് ആൽഫ റൈസ് ടു ബി മോഡ് പി. അല്ലേ? അപ്പോ ഇത് രണ്ടുപേരും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? യു എടുത്ത് ബോബിനും സെൻഡ് ചെയ്യും, വി എടുത്ത് ആലിസിനും സെൻഡ് ചെയ്യും. അതാണ് ശരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ആലിസ് യു ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, സോ വെൻ ആലിസ് ട്രാൻസ്മിറ്റ്സ് യു ടു ബോബ്, ഡാർത്ത് ദ അറ്റാക്കർ വിൽ ഇന്റർസെപ്റ്റ്സ് യു ആൻഡ് ട്രാൻസ്മിറ്റ്സ് x1 ടു ബോബ്. അപ്പൊ അറ്റാക്കർ ഈ യു അങ്ങ് ക്യാപ്ചർ ചെയ്യും. യു വാല്യൂ ക്യാപ്ചർ ചെയ്തിട്ട് അറ്റാക്കർ എന്താ സെൻഡ് ചെയ്യുന്നത് ബോബിന്? x1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ബോബിന് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ബോബ് ആ x1 വാല്യൂ ആണ് ബോബിന് കിട്ടുന്നത്. എന്നിട്ട് ഈ ഡാർട്ട് എന്ത് ചെയ്യും? അറ്റാക്കർ എന്ത് ചെയ്യും? ഒരു വാല്യൂ, ഈ കിട്ടിയ യു വാല്യൂ വെച്ച്, ആലിസിന്റെ കയ്യിൽ നിന്ന് യു വാല്യൂ കിട്ടിയല്ലോ, അത് വെച്ചിട്ട് ഒരു സീക്രട്ട് കീ കാൽക്കുലേറ്റ് ചെയ്യും. K2 is calculated as u raised to y mod p. u raised to y mod p എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോ യു റൈസ് ടു വൈ മോഡ് പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? യു എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു എ മോഡ് പി ആണ് അല്ലെ? അപ്പൊ യു റൈസ് ടു വൈ മോഡ് പി എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു എ വൈ മോഡ് പി ആണ് ശരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ K2 കാൽക്കുലേറ്റ് ചെയ്തു അറ്റാക്കർ. ഇനി ബോബിന് എന്താ? ബോബിന് x1 കിട്ടി. ബോബിന് x1 കിട്ടുമ്പോൾ ബോബ് അറിയുന്നില്ല യു ആണോ കിട്ടിയത് x1 ആണോ കിട്ടിയതെന്ന് അറിയില്ല. ബോബിന് ഒരു വാല്യൂ കിട്ടി, x1 കിട്ടി. അപ്പൊ x1 കിട്ടുമ്പോൾ ബോബ് എന്ത് ചെയ്യും? K1 എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. K1 is calculated as x1 raised to b mod p. അപ്പൊ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് റേസ് ടു അയാളുടെ സീക്രട്ട് കീ വെച്ചിട്ടാണ് ബോബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ x1 raised to b mod p കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോ x1 raised to b mod p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആൽഫ റേസ് ടു x1 എന്തായിരുന്നു? ആൽഫ റേസ് ടു x mod p ആയിരുന്നു. എഴുതുന്നുണ്ടല്ലോ അല്ലേ? എന്റെ കൂടെ എഴുതിയാലേ അത് കറക്റ്റ് ഞാൻ പറയുന്നത്. അപ്പൊ K1 is equal to x1 raised to b mod p ആയിരുന്നു. x1 എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു x mod p ആണ്. സോ K1 എന്ന് പറയുന്നത് ആൽഫ റേസ് ടു എക്സ് ബി മോഡ് പി ആണ്. ആൽഫ റേസ് ടു എക്സ് ബി മോഡ് പി. ഓക്കെ. നൗ ഇതുപോലെ തന്നെ ബോബ് എന്താ ചെയ്യുന്നത്? വി കാൽക്കുലേറ്റ് ചെയ്തല്ലേ ആദ്യമേ? ആൽഫ റേസ് ടു ബി മോഡ് പി കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വി വിൽ ബി സെൻഡ് ബാക്ക് ടു ആലിസ്. അപ്പോ അറ്റാക്കർ എന്ത് ചെയ്യും? ആ വി അങ്ങ് ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തിട്ട് എന്താ സെൻഡ് ചെയ്യുന്നത്? അറ്റാക്കറിന്റെ പബ്ലിക്, രണ്ടാമത്തെ പബ്ലിക് ആലിസിന് കൊടുക്കും. അറ്റാക്കറിന്റെ രണ്ടാമത്തെ പബ്ലിക് എന്ന് പറഞ്ഞാൽ y1. സോ y1 വിൽ ബി സെൻഡ് ടു ആലിസ്. എന്നിട്ട് അറ്റാക്കർ എന്ത് ചെയ്യും? K1 കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ? വി റേസ് ടു എക്സ്, ബോബിന്റെ നിന്ന് കിട്ടിയ എന്താ? വി ആണ്. അത് വെച്ചിട്ട് വി റേസ് ടു എക്സ് മോഡ് പി. അപ്പൊ വി റേസ് ടു എക്സ് മോഡ് പി എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ റേസ് ടു വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൽഫ റേസ് ടു ബി ആയിരുന്നു. അപ്പൊ വി റേസ് ടു എക്സ് മോഡ് പി എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു ബി എക്സ് മോഡ് പി. ആൽഫ റേസ് ടു ബി എക്സ് മോഡ് പി ആണ് K1. ഇനി ആലിസിന് എന്താ കിട്ടിയത്?
ആലിസിന് y1 കിട്ടി. ആലിസിന് y1 കിട്ടിയപ്പോൾ ആലിസ് ആ കിട്ടിയ y1 വെച്ച് അതിന്റെ സീക്രട്ട് കീ യൂസ് ചെയ്ത് K2 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ y1 റൈസ് ടു a mod p, y1 റൈസ് ടു a mod p. അപ്പൊ y1 എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ റൈസ് ടു a ആണ്. ആൽഫ റൈസ് ടു ആൽഫ റൈസ് ടു y ആണ്. ആൽഫ റൈസ് ടു y mod p. സോ K2 വിൽ ബി ആൽഫ റൈസ് ടു ay mod p. ആൽഫ റൈസ് ടു ay mod p. അപ്പോ ആലിസും ബോബും എന്താ വിചാരിക്കുന്നത്? They will think that they have shared a secret key. You and we, they have exchanged with each other and each of them have calculated using their own secret key, and they think that they have exchanged or successfully communicated a secret key. They have shared a secret key. But actually what has happened is, ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? K1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീക്രട്ട് കീ ബിറ്റ്വീൻ Bob and attacker, and K2 is a secret key between Alice and attacker. കണ്ടോ? K1 എന്ന് പറയുന്നത് അറ്റാക്കറും കാൽക്കുലേറ്റ് ചെയ്തു, ബോബും കാൽക്കുലേറ്റ് ചെയ്തു. അത് രണ്ടും വാല്യൂ സെയിം അല്ലേ? ആൽഫ റൈസ് ടു ബി എക്സ് മോഡ് പി ആണ് രണ്ടുപേരും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത K2 എന്ന് പറയുന്നത് അറ്റാക്കറും കാൽക്കുലേറ്റ് ചെയ്തു, ആലിസും കാൽക്കുലേറ്റ് ചെയ്തു. K2 എന്ന് പറയുന്നത് എന്താണ്? ആൽഫ റൈസ് ടു എ വൈ മോഡ് പി ആണ്. So actually what has happened? A secret key has been exchanged, but it is not between the two users. You have a person in the middle, and that person you are sharing, or the two users are sharing secret keys, two different secret keys with the attacker, not actually between the two authorized users. So K1 is a secret key between Bob and Darth, and K2 is a secret key between Alice and Darth. അപ്പോൾ പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? ആലിസ് എന്ത് ചെയ്യും? ആലിസിന് അറിയാവുന്ന സീക്രട്ട് കീ എന്ന് പറഞ്ഞാൽ K2 ആണ്. K2 ആണെന്ന് വിചാരിച്ചാണ് ആലിസ് എന്ത് ചെയ്യും? ഷീ വിൽ എൻക്രിപ്റ്റ് ദ മെസ്സേജ്, ഓൾ ദി ഫർദർ മെസ്സേജസ് യൂസിങ് ദ കീ K2. അപ്പൊ അറ്റാക്കർ കിട്ടുമ്പോഴേക്കും അറ്റാക്കറിനും K2 അറിയാം. അറ്റാക്കർ എന്ത് ചെയ്യും? ഹി വിൽ ഇന്റർസെപ്റ്റ് ദി മെസ്സേജ് ഓർ ക്യാപ്ചർ ദി മെസ്സേജ് ആൻഡ് ഹി വിൽ ട്രൈ ടു ഡീക്രിപ്റ്റ് ഇറ്റ് ആൻഡ് റിക്കവർ ദി മെസ്സേജ് M. ഇനി ഈ അയാള് റിക്കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബോബ് അറിയാൻ പാടില്ലല്ലോ. ബോബിന് അതുപോലെ തന്നെ മെസ്സേജ് കിട്ടുകയും വേണം. അപ്പൊ ഡാർത്ത് എന്താ ചെയ്യുന്നത്? ഈ ആലിസ് അയക്കുന്ന എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡാർത്ത് റിക്കവർ ചെയ്യും. റിക്കവർ ചെയ്തിട്ട് ഡാർത്ത് എന്ത് ചെയ്യും? K1 വെച്ച് ഡാർത്തും ബോബുമായിട്ട് ഷെയർ ചെയ്യുന്ന കീ ഏതാണ്? ഇറ്റ് ഇസ് K1. അപ്പം ആ മെസ്സേജിനെ K1 വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അപ്പൊ സെയിം മെസ്സേജ് തന്നെ. ഇപ്പൊ ഡാർത്തിന് അതിനകത്ത് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തേണ്ട കേസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് സെയിം മെസ്സേജ് തന്നെ അങ്ങ് എൻക്രിപ്റ്റ് ചെയ്യും. ഇനി അതല്ല, എന്തെങ്കിലും ചേഞ്ച് വരത്തില്ല. ഇപ്പൊ സപ്പോസ് ആലിസ് അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു സീക്രട്ട് ഇന്ന സ്ഥലത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ, അല്ലെ അയാള് വേണമെങ്കിൽ അത് മാറ്റാം. ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ലൊക്കേഷൻ എന്താണെന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ പുതിയത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. അതാണ് either Darth can send the same message encrypted with the new key, or he can change the message. അതുകൊണ്ടാണ് ഇവിടെ M dash എന്ന് കൊടുത്തേക്കുന്നത്. Or he can change the message and encrypt it with the new key and send to Bob. ഇതാണ് man in the middle attack എന്ന് പറയുന്നത്. So this problem occurs because this algorithm does not authenticate the participants. So here there is no mechanism for authentication. ഇപ്പൊ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് കൺഫർമേഷനുള്ള ഒരു ഇതുമില്ല. രണ്ട് യൂസേഴ്സ് ഉണ്ട്, അവർ തമ്മിൽ പിയും പ്രിമിറ്റീവ് റൂട്ടും പ്രൈം നമ്പറും എക്സ്ചേഞ്ച് ചെയ്യുന്നു, പിന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് ശരിക്കും ഇപ്പൊ ആലിസ് ആണെങ്കിൽ അത് ആലിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഡിഫി-ഹെൽമൻ കീ എക്സ്ചേഞ്ചിൽ ഇല്ല. So to overcome this mechanism, Diffie-Hellman key exchange can be incorporated with digital signatures and public key certificates. അപ്പൊ ഈ രണ്ട് മെക്കാനിസത്തിൽ ഏതെങ്കിലും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Diffie-Hellman key exchange can be made free from the man in the middle attack. അപ്പൊ ഇതാണ് man in the middle attack എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനകത്ത് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. രണ്ട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ മാൻ ഇൻ ദ മിഡിൽ. അപ്പൊ മാൻ ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സൈഡിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ, രണ്ട് സൈഡിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ആ നടുക്കുള്ള ആളിനാണ് കിട്ടുന്നത്. പിന്നെ അയാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയാളുടെ സൗകര്യത്തിനനുസരിച്ച് സെൻഡ് ചെയ്യുന്നത്.
ആൽഫയും പ്രിമിറ്റീവ് റൂട്ടും പ്രൈം നമ്പറും പബ്ലിക്ലി അവൈലബിൾ ആയതുകൊണ്ട് അറ്റാക്കറിനും അയാളുടേതായിട്ടുള്ള പ്രൈവറ്റ് കീസ് സെലക്ട് ചെയ്ത് ആൽഫയും പിയും യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് പബ്ലിക് കീയും ചൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പബ്ലിക് കീസിൽ ഒരു പബ്ലിക് കീ ഒരു സൈഡിനും മറ്റൊരു പബ്ലിക് കീ മറ്റേ സൈഡിനും കൊടുക്കുക. പിന്നെ വരുന്ന വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തും ഒക്കെ എടുക്കാൻ പറ്റും. അതാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. ഇത്രയാണ് ഡിഫി ഹെൽമൻ കീ എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് സീരീസിൽ പഠിച്ച അതായതുകൊണ്ട് അധികം ഡൗട്ട് കാണത്തില്ലായിരിക്കും. അങ്ങനെ ഇതൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇതിനകത്ത് ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇതിനകത്ത് മാൻ ഇൻ ദ മിഡിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലേ ഉള്ളൂ. ഓക്കെ ആണോ? ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യണേ.